ഇന്നത്തെ എപ്പിസോഡ് കണ്ട ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പവർ ടീമും ക്യാപ്റ്റനും തമ്മിൽ അടിച്ചു പിരിഞ്ഞതിൻ്റെ പിന്നിൽ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ഗെയിമറിൻ്റെ ഒരു ഗെയിമുണ്ട്, ഗെയിം പ്ലാൻ ഉണ്ട്. വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടാണ് അയാൾ ആ ഗെയിം പ്ലാൻ അവിടെ ഇറക്കിയത്. അത് വേറെ ആരുമല്ല, ജിൻഡോയാണ്. ജിൻഡോ ഇന്ന് രാവിലെ മുതൽ ക്യാപ്റ്റനാണ് ഞങ്ങളുടെ ആള്, ഞാൻ ക്യാപ്റ്റനോടെ പറയുള്ളൂ. ഇപ്പോൾ കിച്ചണിൽ ആ ഒരു നമ്മുടെ അടുപ്പുണ്ടല്ലോ, ഗ്യാസ് അടുപ്പ് വൃത്തിയല്ലാതെ കിടന്നതിനെ വിളിച്ചുകൊണ്ട് കാണിച്ചത് ക്യാപ്റ്റനെയാണ്. തൊട്ടപ്പുറത്ത് പവർ ടീം അംഗങ്ങൾ നിന്നിട്ടും എനിക്ക് ക്യാപ്റ്റനോടെ പറയാനുള്ളൂ, ഇവിടെ വേറെ ആരുടെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ക്യാപ്റ്റൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാസ്മിനെ വിളിച്ചുകൊണ്ട് കാണിക്കുന്നു. അങ്ങനെ എന്തിനും ഏതിനും ക്യാപ്റ്റൻ. ഇവിടെ പവർ ടീമിനെ ഞാൻ വില വയ്ക്കുന്നേ ഇല്ല എന്ന രീതിയിൽ ജിൻഡോ അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, അവരുടെ പവറിനെ കാര്യമായിട്ട് റെസ്പെക്റ്റേ ചെയ്യുന്നില്ല. പക്ഷെ അവർ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് അവർക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല. എന്തിനും ക്യാപ്റ്റൻ. അങ്ങനെ ആ വൈകുന്നേരത്തെ മീറ്റിങ്ങിനിടയിൽ ക്യാപ്റ്റൻ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതായത് പവർ ടീം മെമ്പറായിട്ടുള്ള അപ്സരയും ടീമും ചാടി എണീറ്റ് വന്നപ്പോൾ ജിൻഡോയും അങ്ങ് ചാടി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ക്യാപ്റ്റൻ വിളിച്ചതുകൊണ്ടാണ്, ക്യാപ്റ്റൻ സംസാരിക്കുമെങ്കിൽ മാത്രമേ ഈ മീറ്റിംഗ് എനിക്ക് ഇരിക്കാൻ പറ്റൂ. അപ്പോൾ അർജുനും അപ്സരയും ഒക്കെ ഇടപെടുന്നുണ്ട്. നീ പോടാ, എനിക്കിരിക്കാൻ പറ്റില്ല, ഞാനിവിടെ ക്യാപ്റ്റൻ വിളിച്ചുകൊണ്ടാണ് വന്നത്, ക്യാപ്റ്റൻ ഇവിടെ ചില അധികാരങ്ങളുണ്ട്, പവറുണ്ട്. സോ ഈ സമയത്ത് പവർ ടീം എണീറ്റ് വന്നത് ജാസ്മിൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാസ്മിൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അപ്സരയും അർജുനും ഗബ്രിയും കൂടെയൊക്കെ കയറി വരുന്നത്. ഇതിനിടയിൽ ഗബ്രി പറയുന്നുണ്ട്, ക്യാപ്റ്റനും മുകളിലാണ് പവർ ടീം. അപ്പോൾ ജാസ്മിൻ്റെ ഒരു നോട്ടമുണ്ട് ഗബ്രിയെ. ആക്ച്വലി ജാസ്മിൻ തിരഞ്ഞെടുത്ത ടീമല്ലേ പവർ ടീം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ഈഗോ ക്ലാഷ് പവർ ടീമിനും അതുപോലെ ക്യാപ്റ്റനും ഇടയിൽ ഓൾറെഡി ഉണ്ട്. ജിൻഡോ അത് തന്ത്രപരമായിട്ട് അവിടെ ഉപയോഗിക്കുകയും ചെയ്തു. അപ്സരയുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഈഗോയും കൂടെ വർക്കൗട്ട് ആയപ്പോൾ സത്യത്തിൽ അവിടെ ജിൻഡോ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. രണ്ട് ടീമും അടിച്ചു പിരിഞ്ഞു. സത്യത്തിൽ അവിടെ അപ്സരയും പവർ ടീമും കാണിച്ചത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ വളരെ മോശമാണ്. ക്യാപ്റ്റൻ വിളിച്ച മീറ്റിംഗിൽ ക്യാപ്റ്റന് സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ് പവർ ടീം ചെയ്യേണ്ടത്. അവിടെ ക്യാപ്റ്റനെ ഓവർടേക്ക് ചെയ്ത് കയറി സംസാരിച്ചത് ഫെയർ ആയിട്ടുള്ള കാര്യമേ ആയിരുന്നില്ല. പക്ഷേ ജാസ്മിന്റെ ഫേവറസും ജാസ്മിൻ തിരഞ്ഞെടുത്ത ടീമുമാണ് പവർ ടീം എന്നുള്ള യാഥാർത്ഥ്യവും മുന്നിലുള്ളപ്പോൾ കിട്ടിയത് കണക്കായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ജാസ്മിന് ഗെയിമിനെ കുറിച്ച് ഒരു പുനർചിന്തനം നടത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കും. പിന്നെ ജാസ്മിൻ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും എത്ര കിട്ടിയാലും പഠിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.